സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം ഇന്ന് 34-ാം ദിവസം. തിങ്കളാഴ്ചയാണ് ആശാമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുക. ഉപരോധ സമരത്തിൽ നിന്ന് പിന്മാറാൻ ആശാമാരെ CPIM ഭീഷണിപ്പെടുത്തുന്നുവെന്നും ശത്രുതാപരമായ മനോഭാവമാണ് സർക്കാർ ആശാപ്രവർത്തകരോട് സ്വീകരിക്കുന്നതെന്നും സമരക്കാർ. വീണ്ടും ഒരു ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കുമെന്ന പ്രതീക്ഷ മുൻനിർത്തിയാണ് ആശാപ്രവർത്തകർ സമരം തുടരുന്നത്. ആശമാരുടെ സമരം തുടങ്ങി ഇന്ന് 34-ാമത്തെ ദിവസമാണ്. സമരം തുടങ്ങി കൃത്യം ഒരു മാസം എത്തുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ രണ്ടാം ഘട്ട സമര പ്രഖ്യാപനവും ആശാപ്രവർത്തകർ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. തങ്ങൾ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ആ അടിസ്ഥാന ആവശ്യങ്ങളിൽ മേലും സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള അവരുടെ നിലപാടിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധം തിങ്കളാഴ്ചയാണ്. രണ്ടാം ഘട്ട സമര പ്രഖ്യാപനം നടത്തി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്. അത് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ ഏതുവരെയാണ്? ഒരുക്കങ്ങൾ എല്ലാ ജില്ലകളിലും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ പല ജില്ലകളിലും ഇപ്പോൾ കൊല്ലത്തൊക്കെ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ തന്നെ ഈ സമരത്തിനെതിരായിട്ടുള്ള അതിശക്തമായ നടപടികൾ അദ്ദേഹം എടുത്തിരിക്കുകയാണ്. സമരത്തിന് വന്ന ആളുകളെയും സമരത്തിന് വരാത്ത ആളുകളെയൊക്കെ പ്രത്യേകം വിളിച്ച് മീറ്റിംഗ് കൂടുന്നു. നേരിട്ട് ചെന്ന് ആശാ വർക്കർമാരെ എല്ലാ സെന്ററുകളിലും ചെന്ന് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഇത് നടക്കുന്നുണ്ട്. ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ വളരെ വലിയൊരു പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നടത്താൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. പക്ഷേ അത് തടയാനായിട്ടുള്ള ആസൂത്രിതമായ വളരെ വലിയൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആസൂത്രിതമായ നീക്കങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അത് മറികടക്കുന്നത് ആശാവർക്കർമാരുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമേ മറികടക്കാൻ പറ്റത്തുള്ളൂ. അത് മറികടന്ന് ഇവിടെ വരാൻ പറ്റുന്ന അത്ര ആളുകൾ ഇവിടെ വരും. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പങ്കാളിത്തം കുറയുന്നതാണോ? ഇല്ല, അങ്ങനെ കുറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്തായാലും പങ്കാളിത്തം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും. കാരണം ഇത്തരത്തിലുള്ള സർക്കാർ ഇത്രയും ശത്രുതാപരമായി നിലപാടെടുക്കുന്നതിനനുസരിച്ച് ആശാവർക്കർമാർക്കും അവരുടെ വീറും വാശിയൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പങ്കാളിത്തമൊന്നും വലിയ തോതിൽ കുറയില്ല. എന്തായാലും ആശമാർ ഇവിടെ വരും. നിങ്ങളുടെ സമരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ CPMഉം CPM അനുകൂല തൊഴിലാളി സംഘടനാ നേതാക്കളും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കണ്ടില്ലല്ലോ. മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചേനായിരുന്നല്ലോ. അത് 34 ദിവസമായിട്ട് ഈ സ്ത്രീകൾ ഇവിടെ ഇരുന്ന് വെയിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാനൊരു ടേബിളിലേക്ക് വിളിക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? അല്ല, ചർച്ചയ്ക്ക് വിളിക്കാൻ ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. വിളിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചതല്ലാതെ പിന്നീട് ഇങ്ങോട്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങളെ വിളിച്ചിട്ടില്ല? ഇല്ല, ഔദ്യോഗികമായി ഇതുവരെ ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ ഉപരോധ സമരത്തിന് ശേഷവും എത്തരത്തിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉപരോധം കഴിയട്ടെ, അപ്പം സമരം ശക്തമാക്കാൻ. സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്നില്ല, സമരത്തിൽ തന്നെ ഉണ്ടാവും. ഉറച്ച നിലപാട് തന്നെയാണ് ആശാപ്രവർത്തകർ ഇപ്പോഴും ഉള്ളത്. ഈ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ മേൽ ഇപ്പോഴും സർക്കാർ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ്. സർക്കാർ ഇപ്പോഴും ആശാപ്രവർത്തകരുടെ സമരത്തിനു നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ സമീപനത്തിന് എന്നാണോ ഒരു മാറ്റം ഉണ്ടാകുന്നത്, എന്നാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂല തീരുമാനം അവർക്ക് ഉണ്ടാവുന്നത് എന്നത് വരെ സമരം തുടരാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. നിലവിൽ ഇപ്പോൾ പല ഭീഷണികളും തിങ്കളാഴ്ച നടത്താനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും CPMന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശമാർ ഉന്നയിക്കുന്നത്. പക്ഷേ എത്തരത്തിലുള്ള പ്രതിരോധം തീർത്താലും വലിയ ശക്തമായിട്ട് തന്നെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനും തിങ്കളാഴ്ച വലിയ രീതിയിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കാനും തന്നെയാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യ ഗായത്രി, കേരള വിഷൻ ന്യൂസ്.